ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട വിലങ്ങാടിലെ ജനതയെ ചേർത്ത് പിടിച്ചായിരുന്നു ഇന്നത്തെ റിപ്പോർട്ടർ ലൈവത്തോൺ. വിലങ്ങാടുണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കി പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി കെ രാജൻ റിപ്പോർട്ടറിലൂടെ ദുരിതബാധിതർക്ക് ഉറപ്പു നൽകി. വിലങ്ങാട് പാക്കേജ് കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു. ഡൊമിനിക്കിനെ പോലെ വിലങ്ങാട് ഉരുൾപൊട്ടൽ തീർത്തും നിസ്സഹായരാക്കിയവർക്ക് കൈത്താങ്ങൊരുക്കാനായിരുന്നു ഇന്നത്തെ റിപ്പോർട്ടർ ലൈവത്തോൺ. മന്ത്രി കെ രാജനും പ്രതിപക്ഷ നേതാവും വിലങ്ങാടിന്റെ പുനരുദ്ധാരണത്തിനായി ഒരേ മനസ്സോടെയാണ് കോഫി വിത്ത് അരുണിലെത്തിയത്. വിലങ്ങാട്ടെ ദുരന്തത്തെയും സർക്കാർ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നതെന്ന് മന്ത്രി കെ രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നഷ്ടങ്ങൾ കണക്കാക്കി പ്രത്യേക പരിഗണന നൽകും. ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി എന്ന് ഒരു കാരണവശാലും കരുതരുത്. വളരെ ഗൗരവത്തോടെ തന്നെ വിലങ്ങാട്ടിലെ ദുരന്തത്തെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ നഷ്ടങ്ങളുടെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. മാത്യു മാഷിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നതുൾപ്പെടെയുള്ള ഒരു വിലങ്ങാട് പാക്കേജ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദമായ പാക്കേജ് നടപ്പാക്കണം എന്ന് അദ്ദേഹത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. വിലങ്ങാട് ദുരന്തത്തിൽ വീടും ജീവനോപാധിയുമടക്കം എല്ലാം നഷ്ടപ്പെട്ടവർ പരാതിയും സങ്കടങ്ങളുമായി റിപ്പോർട്ടറിലെത്തി. ഞങ്ങൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗമായ ഷെഡും അതിനടുത്തുള്ള സാമഗ്രികളെല്ലാം ഒഴുകിപ്പോയി. ഈ മഞ്ഞച്ചീളി തന്നെ ഏകദേശം 6 കടകളുണ്ടായിരുന്നു. നെരുവമേൽ സുരേഷിൻ്റെ കട, മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഷിബിൻ്റെ കട, 12 കടകളാണ് നിലവിൽ ആ സ്ഥലത്ത് തന്നെ ഇല്ലാതായിരിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ ഇവിടെ 100 കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അത് കൃത്യമായ കണക്കെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് കൃഷിസ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി പുറപ്പെട്ടിറങ്ങി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട മാത്യു മാഷിന്റെ കുടുംബവും ലൈവത്തോണിലെത്തിയിരുന്നു. എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ കരയുന്നു. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അപ്പം തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഞാനും അനിയനും 2 സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവിടുന്ന് കയറി വന്നതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനൊപ്പം ഉരുൾ എല്ലാം കവർന്നെടുത്തവരാണ് വിലങ്ങാടുള്ളവരും. സഹായഹസ്തങ്ങൾ അവർക്കായും എത്തുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു റിപ്പോർട്ടർ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.